ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മ മലയാളം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇതെന്താണ് ഇങ്ങനൊരു ഇൻട്രോ എന്ന് ചോദിച്ചാൽ, ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേയും ആനിവേഴ്സറിയാണ്. ഞങ്ങളുടെ അല്ല, ചേട്ടൻ്റെ ബർത്ത്ഡേയും നമ്മുടെ ആനിവേഴ്സറിയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ പകൽ നല്ല ബിസിയായിരുന്നു, വീഡിയോ ഇൻട്രോ എടുക്കാനൊന്നും സമയമില്ല. ഡയറക്റ്റ് നമ്മൾ ഫസ്റ്റ് ഓടിപ്പോയത് ഒരു കേക്ക് വാങ്ങാനാണ്. കാരണം കുറച്ച് മുന്നേ വരെ ഞാനിവിടെ ഇല്ലായിരുന്നു. ചേട്ടയ്ക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റിൻ്റെ പറയില്ലായിരുന്നു. അപ്പോൾ നിങ്ങളോട് മുന്നേ പറഞ്ഞ പോലെ ചേട്ടയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് മിറ്റ്വർ 350 ഫയർ ബോൾട്ടിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബൈക്കായിരുന്നു. ഞാൻ കുറേ 1 മന്ത് ബിഫോർ തന്നെ ഇതിൻ്റെ കാര്യത്തിൻ്റെ ഒക്കെ ഉള്ള ഓട്ടത്തിലായിരുന്നു കേട്ടോ. കുറേ റിജക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നു. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തു. എനിക്ക് പക്ഷേ 17th ഈവനിങ്, അതായത് നമ്മുടെ ഈ പ്രോഗ്രാം വരുന്നത് 17th ഈവനിങ് ബിഫോർ 12 ആണ്, 12 AM ആണ്. അപ്പോൾ എനിക്ക് ഈ സമയത്ത് തന്നെ വണ്ടി ഇറക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ദൈവഭാഗ്യം കൊണ്ട് നമുക്ക് വണ്ടിയൊക്കെ കിട്ടി. പിന്നെ ഞാൻ റൂമിൽ ചെന്ന് നേരെ റെഡിയായി. ഞാൻ ഇട്ടിരുന്നത് ഈ ഒരു പേസ്റ്റൽ ബ്ലൂ കളർ പാർട്ടി വെയർ ഡ്രസ്സ് പോലത്തെ ഒരു ഡ്രസ്സായിരുന്നു. ഇത് ഞാൻ ട്രെൻഡ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. എനിക്ക് കളറും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളെല്ലാം നേരെ റെഡിയായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഫുഡ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടത്തേക്കാണ് പോയത്. നമ്മളൊരു അത്യാവശ്യം ഒരു 10 പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവളും ചേട്ടയും ആലപ്പുഴയിൽ നിന്ന് വന്നതാണ്, നമ്മുടെ ഫ്രണ്ട്സാണ്. മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ എൻ്റെ ഒരു ഷോർട്സിലൊക്കെ ഞാൻ അജോയ് ചേട്ടൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ പുള്ളിയും പുള്ളിയുടെ വൈഫുമാണത്. പിന്നെ നമ്മൾ പോയത് ലുലു മാളിൻ്റെ ഓപ്പോസിറ്റുള്ള ബൂഫിയ സ്ക്വയറിലേക്കായിരുന്നു പോയത്. പറഞ്ഞു വെച്ചിരുന്ന അത്രയും ആൾക്കാരില്ലായിരുന്നു. ചിലരൊക്കെ പ്രോഗ്രാമിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും ക്യാൻസൽ ചെയ്തിട്ട് വേറെ അവരുടേതായിട്ടുള്ള ഓരോ ആവശ്യങ്ങൾക്ക് പോയി. എന്തോ അതറിയില്ല, നമ്മളോട് ചിലപ്പോൾ അത്ര ഫ്രണ്ട്ഷിപ്പ് ഇല്ലാഞ്ഞിട്ടായിരിക്കും. അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പോസ് ചെയ്യുവാണ്. പിന്നെ നമ്മൾ ഫുഡിന് ഒക്കെ പറഞ്ഞ് 20 മിനിറ്റ്സിൽ തന്നെ ഫുഡ് നമുക്ക് ടേബിളിലെത്തിയായിരുന്നു. അജയ് ചേട്ടൻ പറഞ്ഞ പെരി പെരി അൽഫാമായിരുന്നു, നല്ല സ്പൈസി പെരി പെരി അൽഫാം. അതിൻ്റെയൊക്കെ എക്സ്പ്രഷൻ കുറച്ച് കഴിഞ്ഞ് കാണാം, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ പലരും കുഴിമന്തി പറഞ്ഞു, ഞാൻ സ്ട്രൈപ്സ് പറഞ്ഞു, ബേർഡേ ബോയ് മിക്സഡ് ന്യൂഡിൽസാണ് പറഞ്ഞത്. അങ്ങനെ അൽഫാം മന്തിയൊക്കെ വന്നു. അനുമോള് ഞാൻ നമ്മുടെ ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അക്ഷയ് ചേട്ടൻ്റെ ഫ്രണ്ട് പറവൂരുണ്ട്, അരുൺ ചേട്ടൻ എന്നാണ് പേര്. നിങ്ങൾക്കൊക്കെ അറിയാം. അരുൺ ചേട്ടൻ്റെ വീട്ടിലാണ് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ചെറായി ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് പോയത്. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ചേട്ടയുടെ കുറച്ച് ഫ്രണ്ട്സും ഇവിടുന്ന് നമ്മുടെ കുട്ടികളും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ എൻജോയ് ചെയ്യാനാണ് ഞങ്ങൾക്കും ഇഷ്ടം. കാരണം ഞങ്ങളുടെ ഒരു കുറച്ച് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരല്ലേ, നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ അത്രയും പേരുടെ കൂടെ എൻജോയ് ചെയ്യുമ്പം നല്ല രസമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്തത് ഗിഫ്റ്റ് ഷെയറിങ്ങിൻ്റെ സമയമായിരുന്നു. കുറച്ച് ബാക്കോട്ട് ഒന്ന് കൊടുക്കുമോ? അതിന് ബുള്ളറ്റിന് അതിന്റെ അടുത്തൊക്കെ പോയി നിന്ന് 2 തലോടലൊക്കെ തലോട്. എന്നെ ഇടിക്കരുത്. മുഖം ഞാൻ വരുന്നു. എന്റെ നെല്ലത്ത് വണ്ടി കയറ്റുന്നത്. ഓക്കെ ബൈ, ടാറ്റ, പൊക്കോ. ഈ പോയ വണ്ടിയിൽ തിരിച്ചു. പിന്നെ അതിന് ശേഷം നമ്മുടെ ഗിഫ്റ്റൊക്കെ കൊടുത്തത് ചേട്ടൻ എനിക്കാണ് ഗിഫ്റ്റ് തന്നത്. എനിക്ക് ഗോൾഡായിരുന്നു കേട്ടോ കിട്ടിയത്. ഒരു ചെയിനും ഒരു മാലയായിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചെയിൻ ഞാൻ മാറ്റിയെടുത്തായിരുന്നു കേട്ടോ. കാരണം ഡിസൈൻ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരു ഡിസൈൻ ആയതുകൊണ്ടിട്ട് ഞാൻ ആ ചെയിൻ ഒന്ന് മാറ്റിയെടുത്തു. ബാക്കി മാലയും പിന്നെ ആഡ് ഓൺ ചെയ്തിട്ടേ ഉള്ളൂ. ചേട്ടൻ പിന്നെ എക്സ്ട്രാ ഒരു റിങ്ങും ഒരു പെൻഡൻറ്റും കൂടി എനിക്ക് വാങ്ങിച്ചു തന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സും ഞാൻ താങ്ക്ഫുള്ളും ആയിരിക്കുന്നത് അരുചേട്ടൻ്റെ അടുത്തും മിഥുൻ്റെ അടുത്തുമാണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് ബൈക്കെന്ന് പറഞ്ഞൊരു സ്വപ്നം എനിക്ക് എൻ്റെ കൂടെ നിന്ന് സാധ്യമാക്കി തന്നത് അരിച്ചേട്ടനും ഇതും കൂടെ ആയിരുന്നു കേട്ടോ. അതിന് രണ്ടുപേരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, പിന്നെ ഈ അവസരത്തിൽ ഞാൻ പറയുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ്
ഞാനും അക്ഷരച്ചേട്ടനും അമ്പലത്തിൽ പോകാൻ വേണ്ടി വണ്ടി പൂജിക്കാൻ വേണ്ടി റെഡിയായിരുന്നു. പിന്നെ വീട്ടിലും പോകണമായിരുന്നു. ഇത് നമ്മുടെ കുട്ടിമണിയാണ്, ആദ്യത്തെ കുട്ടി. ഞാൻ റെഡി ആയിരുന്നപ്പോൾ അവൾ ഫോട്ടോ വന്ന് കൊണ്ട് പോസ് ചെയ്തതാണ്. പിന്നെ ഞാൻ കണ്ടത് വീഡിയോ ആണെന്നുള്ളത്. രാവിലെ എണ്ണീറ്റ കോലത്തിൽ ഇരിക്കുവാണ് കേട്ടോ. അവൾ രാത്രിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് 18th ലീവ് പറഞ്ഞതാണ്. അവൾ മുന്നേ നല്ല ബുദ്ധി പ്രയോഗിച്ച് അഡ്വാൻസ് ആയിട്ട് 18th തന്നെ ലീവ് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ദേ ഇവിടെ റെഡി ആയിരിക്കുവാണ്. അക്ഷയ് ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കണം. അക്ഷയ് ചേട്ടൻ നമ്മുടെ അജയ് ചേട്ടനെയും സിമിയും റെയിൽവേ സ്റ്റേഷനിലാക്കാൻ വേണ്ടി പോയായിരുന്നു. അവർക്ക് 11:40 അങ്ങനെ എന്തോ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ പറയുന്നൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അമ്പലത്തിൽ വണ്ടി പൂജിക്കാനൊക്കെ പോവാണ്, പക്ഷേ സമയം 11:24 ഇപ്പം തന്നെ. അത് രാവിലെ ലേറ്റായിട്ട് എണീറ്റാണ്. അതിന് വേണ്ടിയിട്ട് റെഡിയായി ഇരുന്ന പോലും, പക്ഷേ അവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന ആ ഒരു തിരക്കിലും കാര്യങ്ങളും ഒക്കെ റെഡിയായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. ഞാൻ പിന്നെ ചുമ്മാ നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ. ഞാൻ ഇനി ഇങ്ങനെ സംസാരിക്കുള്ളൂ എന്ന്. കയ്യിൽ ബ്രേസ്ലെറ്റൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മുടെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോകണതാണ്. പിറന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ അമ്മയോടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് അമ്മ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് വരാം. വീട്ടിൽ ചെന്നപ്പോൾ തന്നെ നാത്തും കുട്ടി അവൾ സ്പെഷ്യലായിട്ട് തന്നെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വെറുതെ പറയല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ആർക്കെങ്കിലും ഹോം ബേക്കിംഗ് കേക്ക് വേണമെങ്കിൽ മുന്നേ അറിയിച്ചാൽ മതി. എൻ്റെ നാത്തൂൻ അത് ചെയ്യുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവൾ സ്ട്രോബെറി കേക്കാണ് ഉണ്ടാക്കിയത്. സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സൊക്കെ വരാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയപ്പോൾ നല്ല സോഫ്റ്റും നല്ല മധുരമുണ്ട്. നല്ല കേക്കായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിന് മധുരവും നല്ല ടേസ്റ്റ്ഫുള്ളായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹോം ബേക്കേഴ്സ് ഇത് അച്ഛനാണ് കേട്ടോ. ഇത് കുഞ്ഞിയാണ്, പെങ്ങളുടെ കൊച്ചാണ്. പിന്നെ അത് നിൽക്കുന്നതാണ് പെങ്ങളും അമ്മയും കേട്ടോ. കാണാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടി പറയുകയാണ്. ഇതിന് മുന്നേ നമ്മൾ ഇവരെ എല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം മുന്നേ പറഞ്ഞു വന്ന പോലെ ഹോം ബേക്കിംഗ് അല്ലെങ്കിൽ ഹോം മെയ്ഡ് കേക്ക്സ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. ഞാൻ കോൺടാക്ട് നമ്പർ തരാം കേട്ടോ. അതിനുശേഷം അച്ഛനോട് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ മാന്തൾ, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പയർ മെഴുക്ക് വരട്ടി, പിന്നെ എന്തോ ഉണ്ടായിരുന്നല്ലോ, ഞാൻ കഴിക്കാത്ത എന്തോ കറി ഉണ്ടായിരുന്നു. മറന്നുപോയി. ആ മീൻ കറി ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ കുറച്ച് കാര്യമായിട്ട് നല്ല കുശാലായിട്ട് ചോറൊക്കെ കഴിച്ചു. അങ്ങനെ പോകുന്നതിന് കുഞ്ഞി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല്ല് തേക്കും. ചുമ്മാ അവിടെ ഇങ്ങനെ പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിതേ പോകാനായിട്ട് ഇറങ്ങി. അച്ഛനോടും അമ്മയോടും ഒക്കെ ചാച്ചാമ്മയും ഇറങ്ങി നമ്മൾ പോവാം. നമ്മളിനി നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അക്ഷയ് ചേട്ടൻ്റെ ഓഫീസിൽ ചെന്നിട്ട് അക്ഷയ് ചേട്ടൻ്റെ പറഞ്ഞുള്ള ഫ്രണ്ട്സിനും ട്രീറ്റ് കൊടുക്കാനായിട്ട് അക്ഷയ് ചേട്ടൻ പോവാണ്. ഞാനപ്പോൾ ഓഫീസിലെത്തിയിട്ട് ഓരോ ഗിഫ്റ്റ് ഇങ്ങനെ അൺബോക്സ് ചെയ്യുമായിരുന്നു. ഇതെനിക്ക് ആദ്യത്തെ തന്നൊരു ടോപ്പാണ്. നല്ല ടോപ്പായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം അവൾ ഇപ്രാവശ്യമെങ്കിലും ടോപ്പ് എനിക്ക് കറക്റ്റ് സൈസിന് കിട്ടി. കാരണം ഇപ്പോൾ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞതുകൊണ്ട് എക്സലും ഡബിൾ എക്സലും ഒക്കെ എനിക്ക് ലൂസാണ്. അവൾ കറക്റ്റ് ലാർജ് സൈസ് എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അതൊരു ഫിറ്റായി ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇത് മഞ്ജു എന്ന് പറഞ്ഞൊരു ചേച്ചി തന്നൊരു ഷോക്കേസ് പീസ് ആയിരുന്നു അത്. പിന്നെ അതെ നമ്മുടെ അനുക്കുട്ടി തന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രൂട്ടിൻ്റെ ഒരു പെർഫ്യൂമാണ് അത്. എനിക്ക് പെർഫ്യൂം പേഴ്സണലി ഇഷ്ടമാണ്. കാരണം എൻ്റെ പപ്പയുടെ മണമാണ് ആ പെർഫ്യൂമിന്. പിന്നെ അതെ ഇത് ഒരു ബ്രേസ്ലെറ്റും ഒരു മാലയും അക്ഷയ് ചേട്ടൻ അഭിരാമി കൊടുത്തതാണ്. ഇത് എനിക്കൊരു വാച്ച് അനു തന്നാണ്. എനിക്ക് വാച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി എൻ്റെ ഡയലിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം ഇത് എനിക്ക് അഭിരാമി തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ആൻഡ് വെറൈറ്റി ഗിഫ്റ്റ്. ഒരു ചോക്ലേറ്റ് ബോക്സ് പോലെ പിന്നെ ഒരു മാല ഉണ്ടായിരുന്നു ഇതിൽ. ഇത് ഒരു വർഷത്തേക്ക് കഴിക്കാനുള്ള ചോക്ലേറ്റ് ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് ചോക്ലേറ്റ്. പക്ഷേ ഡയറ്റിങ്ങിലായിട്ട് ഞാൻ തീറ്റി നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് അക്ഷയ് ചേട്ടൻ്റെ പറവൂർ പോയി കുറച്ച് ഗിഫ്റ്റ്സൊക്കെ കിട്ടി. അങ്ങനെ ഈവനിങ് ആയപ്പോൾ അക്ഷയ് ചേട്ടൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനും ആദിത്യം ഫോറം മാളിൽ പോകാമെന്ന് ചോദിച്ചാൽ അടുത്ത് വേറെ ഡെസ്റ്റിനേഷനൊന്നും ഇല്ലാത്തത് ഞങ്ങൾ ചൂസ് ചെയ്തൊരു ചെറിയ ഡെസ്റ്റിനേഷനാണ് ഫോറം മാൾ. അവിടെ 1 year ആനിവേഴ്സറിയും കൂടി ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മുന്നിൽ നേരെ അവിടെ ഭയങ്കര റേറ്റ് അല്ല, എത്ര അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. നല്ല കളക്ഷൻസ് ഉണ്ട്. കളക്ഷൻസ് ഉണ്ട്, പക്ഷെ ഞങ്ങളെ പോലെ മുതലേ സാലറി ഉള്ളവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡ്രസ്സിൻ്റെ ഭംഗിയുണ്ടല്ലോ കേസ് നോക്കുന്നത്. ഞങ്ങൾ അതില്ല
അതാ ഫോണിൽ മാത്രം കോൺസെൻട്രേറ്റ് നടക്കുന്ന ഒരു കുട്ടി. ഞങ്ങളോട് വന്നത് നിങ്ങളുടെ ചങ്കിനെ മെൻഷൻ ചെയ്യൂ.